കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം ഇപ്പോഴാണ് CPM BJP ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ CPM-ഉം BJP-യും തമ്മിലുള്ള ഈ അവിഹിത ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങളെല്ലാം. മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് പറയുക, മുഖ്യമന്ത്രിക്ക് നന്ദകുമാറോട് മാത്രമേ വിരോധമുള്ളൂ. കാരണം നന്ദകുമാർ VS അച്യുതാനന്ദൻ പിണറായി വിജയൻ പോരാട്ടത്തിന്റെ കാലത്ത് അച്യുതാനന്ദന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതാണ് ദേഷ്യം. നന്ദകുമാറിനോടുള്ള പ്രശ്നം അതാണ്. ഞാൻ നന്ദകുമാറും അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് 2011 പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള ആളാണ്. അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചതിന്റെ ഫോൺ നമ്പറുകൾ മുഴുവൻ അടക്കമുള്ള ബന്ധപ്പെട്ടിരുന്നതാണ്. മുഖ്യമന്ത്രിയായിരുന്ന CPM-ന്റെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന് മുതൽ നന്ദകുമാറായിട്ട് ബന്ധമുണ്ട്. പല CPM നേതാക്കൾക്ക് ബന്ധമുണ്ട്. ഇതിനു മുമ്പ് ഏത് നന്ദകുമാർ എന്ന് ജയരാജൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജയരാജൻ നന്ദകുമാറിന്റെ വീട്ടിൽ പോയി നന്ദകുമാറിന്റെ അമ്മയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ഇതെല്ലാം ബന്ധമാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ജാവദേക്കറെ കണ്ടതുകൊണ്ടും സംസാരിച്ചതുകൊണ്ടും ഒരു കുഴപ്പമില്ലെന്നാണ്. അതായത് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ്. അതുകൊണ്ട് തള്ളിപ്പറയാൻ പറ്റില്ല. തള്ളിപ്പറഞ്ഞാൽ ജയരാജൻ തിരിച്ചു പറയും. ഞാൻ ചോദിക്കട്ടെ, പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രി അല്ല. ആ പ്രകാശ് ജാവദേക്കർ ജയരാജന്റെ മകന്റെ വീട്ടിലേക്ക് വന്നാലും EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുടെ വീട്ടിലേക്ക് പോയാൽ അത് എന്തിനു വേണ്ടിയിട്ടാ? എന്ത് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്? നമസ്കാരം, മഹാമാൻ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാക്കളുടെ നാണം കെട്ട ജയരാജൻ ചർച്ച. ജനമറിയുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം പാർട്ടി വിട്ടു പോയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തൊട്ടാകെയായി ജനപിന്തുണയുണ്ടായിരുന്ന സീനിയറായ പല കോൺഗ്രസ് നേതാക്കളും പലപ്പോഴായി കോൺഗ്രസ് വിട്ട് BJP അടക്കമുള്ള മറ്റു പാർട്ടിയിലേക്ക് പോയി. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ രാജിനാടകം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയുടെ PCC പ്രസിഡന്റ് ഇന്ന് പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതൊന്നും അറിയാത്ത രീതിയിൽ CPM നേതാവായ ജയരാജൻ ഏതോ BJP നേതാവുമായി ചർച്ച നടത്തിയെന്നും പാർട്ടി വിട്ട് BJP-യിൽ ചേരുന്നതിനുള്ള ശ്രമം നടത്തിയെന്നുമുള്ള വാർത്തയെ മുറുകെ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഏതാണ്ട് വലിയ അത്ഭുതം കണ്ട രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന PCC പ്രസിഡന്റുമാർ വരെ പാർട്ടിയിൽ നിന്നും രാജിവെച്ച ചരിത്രമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. കേരളത്തിൽ തന്നെ സ്ഥിതി എന്താണ്? മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിരുന്ന കരുണാകരൻ്റെ മകൾ പത്മജയും ആന്റണിയുടെ മകൻ അനിലും കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നു. ഇത്തരത്തിലുള്ള നാണക്കേടുകളിൽ മുങ്ങിക്കിടക്കുന്ന പാർട്ടിയായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ജയരാജൻ പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കഥകളിയാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കാലുകളിലെ മന്ത് മൂടി വെച്ചുകൊണ്ട് ചെറിയ മന്ദനെ കളിയാക്കുന്നത് പോലെയാണ് നേതാക്കന്മാരുടെ ഈ രീതികൾ. ഇടതുമുന്നണിയുടെ കൺവീനറും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമൊക്കെയാണ് ജയരാജൻ. ആ ജയരാജൻ പാർട്ടിയിൽ നിന്നും മാറി മറ്റൊരു പാർട്ടിയിൽ പോവുക എന്നത് പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. എന്നാൽ ജയരാജൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. CPM-നകത്ത് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ ഇതൊന്നും ആ പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ ക്ഷീണിപ്പിക്കും എന്ന് കരുതാൻ വയ്യ. കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ തോന്നിയതൊക്കെ വിളിച്ചുകൂവി തോന്നുമ്പോൾ തോന്നുന്ന പാർട്ടിയിലേക്ക് പോവുകയും പിന്നെ തിരികെ വരികയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാട് CPM-നകത്ത് സാധാരണയായി കണ്ടുവരാറില്ല. ജയരാജനേക്കാൾ വലിയ നേതാക്കൾ മുൻപ് പാർട്ടിയിൽ പ്രതിഷേധ സ്വരം ഉയർത്തുകയും അന്ന് പാർട്ടി തന്നെ പിളരും എന്നൊക്കെയുള്ള ചർച്ചകൾ വഴിയൊരുക്കുകയും ചെയ്ത അനുഭവങ്ങൾ മുൻകാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പാർട്ടിയുടെ ഇടപെടൽ കൊണ്ട് തന്നെ പരിഹരിക്കപ്പെട്ട ചരിത്രമാണ് ഉള്ളത്. സ്ഥാനമാനങ്ങളുടെ പേരിലുള്ള തർക്കങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായി ചില നേതാക്കൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയും അത് പുറത്തു വരികയും ചെയ്തപ്പോഴും പാർട്ടി അന്വേഷണവും അതിനുള്ള കമ്മീഷൻ നടത്തലും വഴി പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്ന രീതിയാണ് CPM-നകത്ത് കണ്ടുവരാറുള്ളത്. ഇപ്പോൾ ജയരാജൻ CPM എന്ന പാർട്ടിയുടെ മേൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ ആക്ഷേപവും വിമർശനവും നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തം പാർട്ടിയുടെ ഗതി എന്താണ് എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.
കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് വഴക്കുകൾ ഒരു സ്ഥിരം സമ്പ്രദായമാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടി കൂടലും പുതുമയുള്ള കാര്യവുമല്ല. KPCC ഓഫീസിൽ ജനറൽ സെക്രട്ടറിയായി സംഘടനയെ നയിച്ചിരുന്ന നേതാവ് വരെ കോൺഗ്രസ് വിട്ട് CPM-നകത്ത് പോയ ചരിത്രമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ഒഴുക്ക് കൂടുതലായി ഉണ്ടാകാതെ ഇരിക്കുന്നത് BJP ഇവിടെ ഒന്നുമല്ലാത്ത ഗതികേടിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ്. കേരളത്തിൽ BJP-യിൽ ചേർന്നതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നും നേടാനില്ല എന്ന തിരിച്ചറിവാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകാൻ മടിക്കുന്നതിന് പ്രധാന കാരണം. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതല്ല സ്ഥിതി. വലിയ തോതിൽ വളർച്ചയും അതിനനുസരിച്ച് ജനപിന്തുണയും നേടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് BJP. തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും സ്ഥാനമാനങ്ങൾ കിട്ടാൻ വഴിയൊരുക്കുകയും ചെയ്യണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ BJP-യിൽ ചേരുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന സ്ഥിതി നിലവിലുമുണ്ട്. CPM നേതാവ് ജയരാജൻ വിഷയം കേരളത്തിലെ CPM-ന് വലിയ എന്തോ നഷ്ടമുണ്ടാക്കും എന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ സഹതാപ പ്രസംഗം നടത്തുകയാണ്. കേൾക്കുമ്പോൾ അവനവനെ മറന്നുകൊണ്ട് അന്യൻ്റെ കുറ്റങ്ങൾ വിളിച്ചു കൂവുന്ന അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഗുണമുള്ള നേതാക്കളെയാണ് ഓർമ്മ വരുന്നത്. ഇടതുമുന്നണി കൺവീനർ ജയരാജൻ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. ആ ജയരാജൻ പാർട്ടി വിട്ട് BJP-യിൽ പോവുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായി CPM നേതാക്കൾ ഇപ്പോഴും കണക്കാക്കുന്നില്ല. കാരണം ജയരാജൻ എന്ന നേതാവ് എന്തെങ്കിലുമൊക്കെ ആയത് CPM-ന്റെ തണലിൽ നിന്നുകൊണ്ട് മാത്രമാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ ചില ചേരിതിരിവുകളും പുതിയ സമവാക്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. കണ്ണൂരിൻ്റെ സന്തതിയാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. പിണറായി വിജയനെ പോലെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പരിചയമുള്ള നേതാക്കൾ വളരെ കുറവാണ്. പിണറായിയുടെ വലം കൈ ആയി നിന്നിരുന്ന ജയരാജൻ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുറത്തു പോകും എന്ന് പ്രതീക്ഷിക്കാൻ കാരണമായ കാര്യങ്ങളില്ല. ജയരാജൻ്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളിൽ വിശദീകരണം ചോദിച്ച ശേഷം തൽക്കാലം നിലവിലുള്ള പദവികളിൽ നിന്നും മാറ്റി നിൽക്കുക എന്ന തീരുമാനം പാർട്ടി തന്നെ കൈക്കൊള്ളുകയും ജയരാജൻ അത് അനുസരിക്കുകയും ചെയ്യുക എന്ന CPM-ന്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഇപ്പോഴും ആവർത്തിക്കപ്പെടും എന്നതിനാണ് സാധ്യത കൂടുതൽ. നന്ദി.